ഓക്കെ, അപ്പൊ MRG ഷമീറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലത് മാത്രം ഷമീറിനല്ലേ SJP വിളിക്കണേ? ഷമീറിനാണ് SJP എന്ന് വിളിക്കുന്നത്. കാരണം ഇവന് അലിൻ ജോസ് പെരേരയുടെ നല്ലൊരു കട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ SJP എന്ന് വിളിക്കുന്നത്. നമ്മള് ഓഡിയൻസ് അങ്ങനെ പറയില്ലല്ലോ. ഇന്നെ ഓഡിയൻസ് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പറയുന്നേ, അത്രേ ഉള്ളൂ. അല്ല, ഓഡിയൻസ് ആണ് ഇവരെ. അല്ല, ഷമീറിനെ അങ്ങനെ കാണുന്നത്. ഷമീറിനെ ഞാൻ കാണുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ്. മുനുവായാലും എന്റെ ഇവർ രണ്ടാളും എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ്. അതായത് എന്റെ എത്ര ലോ ടൈമിലായാലും എത്ര ഹൈ ടൈമിലായാലും എന്റെ കൂടെ, ഞാൻ ആയ കാലം തൊട്ട് എന്റെ കൂടെ ഉള്ള ആൾക്കാർ. എന്റെ അത്രയും ഡിപ്രസ്ഡ് സ്റ്റേജുകൾ ഇവര് കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയും പ്രൈമിൽ പോയ ടൈമും ഇവരെന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാ അല്ല, ഞാൻ ബുദ്ധിങ്ങിയതല്ല, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയത്. ഞാൻ ഇവരെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ കുറച്ച് സൈലന്റ് ആയിപ്പോയതാ, സോറി. അപ്പം അയ്യേ, അവിടെ നിങ്ങള് മറ്റേ ഇതിന്റെ പേര് പറയാൻ പറ്റില്ല, വേറെ ചാനലിന്റെ പേര് പറയാൻ പറ്റില്ല ഇവിടെ. അവരെ പോലെ അല്ലല്ലോ അല്ലെ. അപ്പം ഇതെന്താ ഞാൻ തന്നെ സംസാരിച്ചു കൊടുക്കുന്ന? ഇത്രയും ഗ്രോത്തിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ്? ഫസ്റ്റ് മുതൽ കഥ പറയണോ അല്ലെങ്കിൽ കഥ പറയാം? നമ്മള് കഥ പറയട്ടെ. നമ്മള് പരിചയപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എങ്ങനെ കണ്ടു, അതിനുശേഷമുള്ള ഈ 12 വർഷം വരെ അങ്ങനെ പറഞ്ഞ കൊറേ സമയം എടുക്കും. ചുരുക്കി പറ, 2 മിനിറ്റിൽ പറ. ഞാൻ ഒരു 8ാം ക്ലാസ് ആ ടൈം പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ ഇവൻ പെയിന്റ് അടിക്കാൻ വന്നായിരുന്നു. വീട്ടില് പെയിന്റ് അടിക്കാൻ വന്നായിരുന്നു. ഞാൻ 9ാം ക്ലാസ് ആകുമ്പോ പഠിത്തം നിർത്തി. ഇവൻ എന്നെക്കാൾ 2 വയസ്സുള്ളതാ. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിത്തം നിർത്തി, ഞാൻ പണിക്കിറങ്ങി, പണിക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പല പണിക്കും പല പണികൾക്കും പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പോയത് പെയിന്റ് പണിയാന്ന് തോന്നുന്നു അല്ലെ. ഫസ്റ്റ് പെയിന്റിന്റെ പണിയിലാണ് തുടങ്ങുന്നത്. പിന്നെ ഇറച്ചിക്കടയിൽ, കോഴിക്കടയില് ഇറച്ചി വെട്ടാന്, പിന്നെ കല്ലിന്റെ പണി, പിന്നെ വയറിങ്, പ്ലംബിങ്, പിന്നെ കൊറേ ഉണ്ട്. ഒരു 10 കൂടുതലുണ്ട്. എന്തായാലും 10-15 പണിന്റെ കൂടുതലുണ്ട്. മൊബൈൽ ഷോപ്പ്, പോളിഷ്, പിന്നെ കൂർഗിൽ ഡ്രസ് ഷോപ്പ്, ഫുട്പാത്ത് കച്ചവടം. ഞാൻ കൂർഗ് അറിയോ? മൈസൂർ അടുത്തല്ലേ? കൂർഗില്. ഞാൻ കൂർഗിലേക്ക് നാട് വിട്ടിട്ടുണ്ട്. അതായത് മീൻസ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്താൻ ഒരു കാരണം ഉണ്ടായിരുന്നു, ഒരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പണിക്ക് ഇറങ്ങിയല്ലോ. അതിനുശേഷം അതിലേറ്റവും മെമ്മറബിൾ പണി എന്ന് പറഞ്ഞാൽ ഞാൻ കൂർഗിലേക്ക് നാട് വിട്ടിട്ട് കുശാൽ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കർണാടകക്കാരുടെ ഇടയിലായിരുന്നു. അവിടെ ഒരു ഡ്രസ്സിന്റെ, അതായത് ഫുട്പാത്തിൽ ഡ്രസ്സ് വെക്കുന്ന ഒരു പണിക്ക് പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത്. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ വയസ്സുകളുടെ ഡ്രസ്സുകളാണ്. അതിലിങ്ങനെ 30 രൂപ ഉളകട പന്നി 30 രൂപ വിളിച്ച ആളെ കൂട്ടി, ഇങ്ങനെ കൈകൊട്ടി വിളിച്ച ആളെ കൂട്ടി ഇത് കച്ചവടം ചെയ്ത്. അതാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള പണി എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യത്തെ ജോലി, ആദ്യം ഞാൻ ജോലിക്ക് വന്നു തുടങ്ങിയത് പെയിന്റ് പണിക്കാണ്. അപ്പൊ ആദ്യത്തെ പണി ആദ്യത്തെ വീടായിരുന്നു ഞാൻ പെയിന്റ് അടിക്കാൻ പോയ. അല്ല അങ്ങനെയല്ല. ഓക്കെ, അപ്പം ഞാൻ പെയിന്റ് പണിക്ക് പോയ ഏതോ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വീട്ടിൽ പോന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെ പെയിന്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇവനെ കാണുന്നുണ്ട്. ഇവനവിടെ ഇവൻ 8ാം ക്ലാസ്സില്, ഞാൻ ഇവനേക്കാൾ 2 വയസ്സ് മൂത്തിട്ട്. അപ്പം ഇവനിങ്ങനെ ആലോചിക്കുന്നത്, എന്റെ പ്രായത്തിലുള്ള ഒരാള് എന്റെ വീട്ടിൽ വന്ന് എന്റെ പ്രായത്തിൽ ആ ടൈമിൽ താടി മീശെല്ലാം ഭയങ്കര കട്ടിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. മൂത്ത ഒരാളെ പോലെ ഞാൻ കണ്ടു. ഫസ്റ്റ് അല്ല, വയസ്സ് പറഞ്ഞപ്പോ 2 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെ പെയിന്റ് അടിച്ചു കൊടുക്കുമ്പോ നിന്നെ പരിചയപ്പെടുന്നല്ലേ. അങ്ങനെ നമ്മള് പ്രണയത്തിലായി. അല്ല പ്രണയം പോലെ തന്നെ എന്ത് പ്രശ്നമില്ല, ഇവർ അങ്ങോട്ടേക്ക് സംസാരിക്കാം.
സംസാരിക്കില്ല എന്തായി കഴിഞ്ഞാൽ അല്ല ഞാൻ ഏറ്റവും കൂടുതൽ സംസാരം കൊണ്ട് എന്ത് പ്രശ്നം ഷമീറ 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 എല്ലാത്തിനും ഷമീർ. പിന്നെ മുനു എന്റെ മോനോ അപ്പൊ ഇവൻ വലിയ വീട്ടിലെ പ്രണയത്തിലായി. പ്രണയത്തിൽ അത് ഞാൻ തമാശ ആക്കിയതാ. അതൊന്നും എടുത്ത് ഇതാക്കി ഹൈലൈറ്റ് ആക്കി ഇടല്ലേ പ്ലീസ്. കുട്ടി ഷമീറും പ്രണയത്തിൽ ഹൈലൈറ്റ് തന്നെ അപ്പൊ നമ്മള് അപ്പൊ ഇവൻ നമ്മള് കമ്പനി ആകുന്നത് ഇവന്റെ വീട്ടിലായിരിക്കും ഇഷ്ടമല്ല. മീൻസ് ഇവന്റെ ഉപ്പെല്ലാം ഒരിക്കലും സമ്മതിക്കാത്തൊരു കാര്യം നമ്മള് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നട. കാരണം ഇവൻ വലിയ വീട്ടിലെ ചെക്കനാ. ഞാനെന്ന് പറഞ്ഞാൽ ഈ പെയിന്റ് പണിക്ക് കല്ലിന് പണിക്ക് പോകുന്ന കുടുംബമൊക്കെ അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. അങ്ങനെയല്ല, കുടുംബത്തിന്റെ അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഞാൻ അവിടെ പെയിന്റ് അടിക്കാൻ വന്ന ഒരാളാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്റെ കഥ എങ്ങനെ അവരറിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വേറൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് പറയണം അവിടെ. അത് ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാ. അത് സംഭവം എന്ന് വെച്ചാൽ 9ാം ക്ലാസ് ഞാൻ ഒരു മോശണ കേസിൽ എന്നെ പിടിച്ചിന് ചെറുപ്പത്തില്. അപ്പം അതിനുശേഷം എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും അറിയാം ഇവനൊരു കള്ളനാ, അങ്ങനത്തെ ഒരു തുറന്നു പറയാലോ, കുഴപ്പമില്ല. ഞാൻ എന്തിനാ ഇത് ഒളിച്ചു വെക്കുന്നത്? അതാ ഇവനൊരു കള്ളനാ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പോലും ആ കള്ളനെ നോക്കുന്ന രീതിയിലൂടെ തന്നെ ഇവനെ കണ്ടോണ്ട് ഒരു കള്ളനെ കാണുന്ന രീതിയിൽ തന്നെ ആൾക്കാരെ കണ്ട. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളുമായിട്ട് സ്വന്തം മകൻ കൂട്ടുകൂടുന്നത് ഏതൊരു പാരന്റ്സിനും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ ഇവന്റെ പാരന്റ്സിന് എന്റെ കൂടെ കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പറഞ്ഞാൽ എനിക്ക് 0 ഫ്രണ്ട്സ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളെ ആരും ഒന്നിച്ച് നടത്തിക്കൂലല്ലോ, നാണക്കേടല്ലോ. അപ്പം അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഫ്രണ്ടാണ് ഷമീർ. ഷമീർ കഴിഞ്ഞിട്ട് ആക്ച്വലി ഷമീർ കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നിനെ പരിചയപ്പെടുന്നത്. മുന്നുമായിട്ട് ഞാൻ ഷമീറിനെക്കാളും അടുത്തു. പക്ഷെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് ഷമീറിനാണ്. അങ്ങനെ മുന്നിന് ഷമീറിനായി. നമ്മളെല്ലാം ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്ററിന് ഉള്ളിലാണ് വീടുകൾ, അടുത്തടുത്താ. മാത്രമേ കുറച്ച് ദൂരമുള്ളൂ. അല്ല, അതായത് ഞാൻ പറഞ്ഞ നമ്മള് 4 പേരായിരുന്നു ഗ്യാങ്ങില്. അതായത് മുനു, ഷമീർ, ഞാന്, പിന്നെ മുനുവിന്റെ കസിൻ ഉണ്ട്, മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്തതാ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസൽ എന്ന പേര്. നമ്മള് 4 പേരായിരുന്നു ഒരു ഗ്യാങ്. അപ്പം ഇവരെല്ലാരും ഒരു നാട്ടിലാ. എന്റെ നാട് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഇപ്പുറത്താ. എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത്ര ദൂരം വന്ന് ഫ്രണ്ട്സിനെ ആക്കിയതാ. അപ്പം ഇവനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഇവന് വഴി മുനുവിനെയും പരിചയപ്പെട്ടു. അങ്ങനെ മുനു വഴി മുനുവിന്റെ കസിനായ ഫസലിനെ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ 4 പേരും ഒരു ഗ്യാങ്ങായി അങ്ങനെ ഒരുമിച്ച് നടന്നോണ്ടെന്നാ. മുനുവിനെ പരിചയപ്പെട്ട എങ്ങനെയാണോ? മുനുവിനെ ഫസ്റ്റ് കാണുന്ന എങ്ങനെ തട്ടുകടയൊന്നും അല്ലേ? കണ്ണൂര് ഭയങ്കര ഫേമസ്. ബച്ചൂസ് തട്ടുകട. പ്രൊമോഷൻ ആയാലോ.